56 വർഷം മുമ്പ് വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം ഇന്ന് ജന്മനാടായ ഇലന്തൂരിലെത്തിക്കും. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നും ഭൗതികദേഹവുമായി പത്തനംതിട്ടയിലേക്ക് തിരിച്ചു. രാവിലെ 10 മണിക്ക് ഇലന്തൂരിൽ നിന്നും വിലാപയാത്രയായി തോമസിന്റെ ശരീരം വീട്ടിലെത്തിക്കും. 1 മണിവരെ പൊതുദർശനത്തിന് വയ്ക്കും. ഗോപാൽ ശീല സനൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ മൃതദേഹം ഇലന്തൂരിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അനിഷ, തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അവിടുത്തെ മിലിറ്ററി ആശുപത്രിയിലായിരുന്നു ഇന്നലെ മുതൽ ഈ തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ 6 മണിയോടുകൂടി അവിടെ നിന്ന് മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കി. ഇപ്പോൾ അല്പനേരം മുൻപ് ഇവിടെ നിന്ന് ഇലന്തൂരിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ചരിത്രം തന്നെ പറയാനുള്ള ഒരു ജവാന്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമാണ് അന്ത്യയാത്രയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. മിലിറ്ററി ആംബുലൻസിൽ സൈനിക ബഹുമതിയോടുകൂടി പുറപ്പെട്ട മൃതദേഹം ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് 10 മണിയോടുകൂടി വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം 12:15 വരെ അവിടെ പൊതുദർശനമുണ്ട്. 12:15 മുതൽ ഈ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട ആചാരപരമായ അന്ത്യകർമ്മങ്ങൾ പ്രധാനപ്പെട്ട വൈദികന്മാരുടെ നേതൃത്വത്തിൽ നടക്കും. ശേഷം 12:20 അദ്ദേഹത്തിന്റെ മൃതദേഹം കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലേക്കും വിലാപയാത്രയായി തന്നെയാണ് എത്തിക്കുന്നത്. അതിനുശേഷമായിരിക്കും അന്ത്യകർമ്മങ്ങളും ചടങ്ങുകളുമെല്ലാം തന്നെ പള്ളിയിൽ വെച്ച് നടക്കുക. 1968 അദ്ദേഹത്തിന് 22-ാം വയസ്സിൽ തന്റെ ജീവൻ രാജ്യത്തിന് വേണ്ടി നഷ്ടമാകുന്നത്. 22-ാം വയസ്സിൽ മാത്രം 22 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ വെച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന വീരജവാനെ വലിയ സ്വീകരണമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഏറ്റുവാങ്ങിയത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ലഭിച്ചത്. 56 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലഡാക്കിലെ കുളു ജില്ലയിലെ റോത്തങ് പാസിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിക്കുന്നത്. 1968 ഫെബ്രുവരി 7-ന് 102 ജവാന്മാരുമായി ലേയിൽ നിന്നും ലഡാക്കിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം, ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ട് അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ തെരച്ചിൽ എന്നറിയപ്പെടുന്നതാണ് ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട തിരച്ചിൽ. ഇതുമായി ബന്ധപ്പെട്ട 9 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ചെറിയാൻ തോമസിന്റെ മൃതദേഹം അതിൽ ഒന്നാണ്. അവസാനമായി ലഭിച്ച 4 മൃതദേഹങ്ങളിൽ ഒന്നായിരുന്നു ചെറിയാൻ തോമസിന്റേത്. അതിൽ 2 എണ്ണം കൂടി മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഒരാളുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ ആദരവാണ് പത്തനംതിട്ട ഇലന്തൂരിൽ ജന്മനാട്ടിലേക്ക് ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനെ, കേട്ടറിവ് മാത്രമുള്ള ഒരു മനുഷ്യനെ സ്വീകരിക്കാൻ പത്തനംതിട്ട ഇലന്തൂരിലെ ജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിലെ ഇളതലമുറയിൽപ്പെട്ട പലർക്കും ചെറിയാൻ തോമസ് ആരാണ് എന്ന ഒരു പേര് മാത്രമാണ്. ചിത്രങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ ഇടയിലേക്കാണ് ഇത്ര വലിയ വീരപരിവേഷവുമായി ആ മനുഷ്യന്റെ അന്ത്യയാത്ര ഉണ്ടാകുന്നത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നേരത്തെ 2019 ഇതിനു മുമ്പ് 2019 5 ജവാന്മാരുടെ മൃതദേഹങ്ങൾ 1968 ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഏറ്റവും അവസാനം 2009 വരെ ഇത്തരത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് സൈന്യത്തിന്റെ അറിയിപ്പുകൾ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്ന് കുടുംബം, സഹോദരൻ തോമസ് പറയുന്നുണ്ട്. എന്തായാലും ഈ അന്ത്യയാത്ര ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇലന്തൂർ ഏറ്റുവാങ്ങുന്ന ചടങ്ങുകളാണ് അങ്ങോട്ടേക്കുള്ളത്. ഇവിടെ നിന്ന് മിലിറ്ററിയുടെ നേതൃത്വത്തിൽ ഒരു തുറന്ന വാഹനം, അതിനോടൊപ്പം തന്നെ ഒരു ശീതീകരിച്ച ആംബുലൻസ്, കേരള പോലീസിന്റെ അകമ്പടി അടക്കം ഒരു ചെറിയ യാത്ര, വിലാപയാത്ര എന്നോണമാണ് ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഇലന്തൂരിലേക്ക് എത്തുമ്പോൾ ഇലന്തൂരിൽ നിന്നും വീട്ടിലേക്ക് വിലാപയാത്രയായും അവിടെ നിന്ന് പള്ളിയിലേക്കുള്ള യാത്രയും ജനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും ഉണ്ടാവുക. 1 മണിയോടുകൂടി അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുമെന്നതാണ് അനിഷ മനസ്സിലാവുന്നത്.